വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് വാഹനങ്ങളുടെ മുൻഭാഗത്തെ ഗ്ലാസിൽ, ഫ്രണ്ട് ഗ്ലാസിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഫ്രണ്ട് ഗ്ലാസിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിനെ താനും അനുകൂലിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ആകാം, പക്ഷേ അത് വാഹനത്തിന്റെ സൈഡ് ഗ്ലാസുകളിലും പിൻഭാഗത്തെ ഗ്ലാസിലും മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തെ ഗ്ലാസിൽ, മുൻ ഗ്ലാസിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ പറ്റില്ല, അത് അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന് നിയമ സാധുത ലഭിച്ചതിന് ശേഷം വ്യാപകമായി തന്നെ ആളുകൾ വാഹനങ്ങളുടെ ഫ്രണ്ട് ഗ്ലാസിലും കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇത് ഒരിക്കലും അനുവദിക്കില്ല, അംഗീകരിക്കില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. AI ക്യാമറയ്ക്ക് പോലും നിയമലംഘനങ്ങൾ പിടികൂടാൻ സാധിക്കാത്ത തരത്തിലാണ് ഇത്തരത്തിൽ ഈ കൂളിംഗ് ഫിലിമുകൾ ഒട്ടിക്കുന്നത്. ഈ രീതിയിൽ കൂളിംഗ് ഫിലിമുകൾ ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഒഫൻസുകൾ AI ക്യാമറകൾക്ക് കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് അനുവദിക്കില്ല എന്നുള്ളത് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വാഹനങ്ങളുടെ രണ്ടു വശത്തെ ഗ്ലാസുകൾ, അതായത് സൈഡ് ഗ്ലാസുകളിൽ 50%, വാഹനത്തിന്റെ പിൻഭാഗത്തെ ഗ്ലാസിൽ 70% വരെയും കൂളിംഗ് ഫിലിം ഒട്ടിക്കാം, വിസിബിലിറ്റി ഉള്ള കൂളിംഗ് ഫിലിം ഒട്ടിക്കാം. പക്ഷേ ഒരു കാരണവശാലും മുൻഭാഗത്തെ ഗ്ലാസിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നു. ഗ്ലാസിന്റെ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഒട്ടിക്കാം, അതിന് താഴേക്ക് ഒരിക്കലും ഇത് അനുവദിക്കില്ല എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങളിലേക്ക് കൂടി സർക്കാർ കടക്കുകയാണ്. അതായത് പുതുതായി ഒരു വ്യക്തിക്ക് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ 2 വർഷം പ്രൊബോഷണറി പീരീഡായി ഇനി മുതൽ കണക്കാക്കും എന്നൊരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം പ്രൊബോഷണറി പീരീഡ് എന്ന് പറയുമ്പോൾ ഈ 2 വർഷക്കാലത്തിനുള്ളിൽ 6 അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ലൈസൻസ് റദ്ദാക്കും എന്നുള്ളതാണ് നിലവിൽ പുതിയൊരു തീരുമാനമായി പുറത്തു വരുന്നത്. ഈ ഒരു തീരുമാനത്തിലേക്ക് ഉടൻ തന്നെ സർക്കാർ പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലൈസൻസ് ലഭിച്ച ആദ്യത്തെ വർഷം P1 എന്നും, അതായത് പ്രൊബോഷണറി ലൈസൻസ് ആയ 1ാമത്തെ വർഷം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിക്കും. P1 എന്നും 2ാമത്തെ വർഷം P2 എന്നും സൂചിപ്പിക്കുന്ന സ്റ്റിക്കറുകൾ വാഹനങ്ങളിൽ സ്ഥാപിക്കും, അത്തരത്തിൽ ഒട്ടിപ്പിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇത് കണ്ടാൽ തന്നെ മറ്റുള്ള ആളുകൾക്ക് ലൈസൻസ് ലഭിച്ചിട്ട് 1 വർഷമായ ആളാണ് അല്ലെങ്കിൽ 2 വർഷമായ ആളാണ് എന്ന് വ്യക്തമാക്കാൻ സാധിക്കും. ഈ ഒരു കാലയളവിനുള്ളിൽ അപകടങ്ങൾ സംഭവിച്ചാൽ, 6 അപകടങ്ങളോ 6 ഒഫൻസുകളോ സംഭവിച്ചാൽ ആ വാഹനത്തിന്റെ ആ വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു നിയമത്തിലേക്ക് സർക്കാർ കടക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ മറ്റൊരു തീരുമാനം കൂടിയുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആളുകൾ വാഹനം ഓടിച്ച് അപകടമുണ്ടായാൽ പിന്നീട് ആ വ്യക്തികൾക്ക് 5 വർഷത്തേക്ക് ലൈസൻസ് നൽകുന്നതല്ല. അത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തു നിന്നും ലൈസൻസ് എടുക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുമെന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരു വാഹനം, ലൈസൻസ് ഇല്ലാത്ത വ്യക്തി വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റൊരു സംസ്ഥാനത്ത് പോയി ലൈസൻസ് എടുക്കാമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് അനുവദിക്കില്ല. ലൈസൻസ് ഇല്ലാത്ത വ്യക്തികൾ അപകടം ഉണ്ടാക്കിയാൽ പിന്നീട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും മുൻപോട്ടുള്ള 5 വർഷത്തേക്ക് ലൈസൻസ് നൽകേണ്ട എന്നൊരു തീരുമാനത്തിലേക്കും കൂടി സർക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് തന്റെ വാശിയാണ്, അത് താൻ നേടിയെടുക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഗതാഗത മന്ത്രി ഇന്ന് സംസാരിച്ചത്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങളൊക്കെ ശക്തമായി ഈ തീരുമാനങ്ങളുമായി മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വാഹനങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ ഈ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാം എന്നുള്ളൊരു നിയമം വന്നതിന് ശേഷം ഇതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വാഹനങ്ങളുടെ മുൻഭാഗത്തെ ഗ്ലാസുകളിൽ പോലും അളവിൽ കൂടുതൽ, അതായത് അനുവദനീയമായിരിക്കുന്ന അളവിൽ കൂടുതൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചുകൊണ്ട് ആളുകൾ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. ഇത് നിയമവിരുദ്ധമാണ്, ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇങ്ങനെ വാഹനങ്ങളുടെ മുൻഭാഗത്തെ ഗ്ലാസിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചാൽ എന്തെങ്കിലും നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ AI ക്യാമറയ്ക്ക് പോലും പിടിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത്തരം നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ള വാഹനങ്ങൾ കണ്ടാൽ ശക്തമായ നടപടി, ഫ്രണ്ട് ഗ്ലാസിൽ, അതായത് മുൻഭാഗത്തെ ഗ്ലാസിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചിരിക്കുന്ന വാഹനങ്ങൾ കണ്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലൈസൻസ് ലഭിച്ച ആദ്യത്തെ 2 വർഷം പ്രൊബോഷണറി പീരീഡായി കണക്കാക്കും. ഈ 2 വർഷത്തിനുള്ളിൽ 6 അപകടങ്ങൾ സംഭവിച്ചാൽ ആ വ്യക്തിയുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ 3ാമത്തെ സുപ്രധാനമായ കാര്യം, ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തി വാഹനം ഓടിച്ച് അപകടം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് വരുന്ന 5 വർഷത്തേക്ക് രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നിന്നും ആ വ്യക്തിക്ക് ലൈസൻസ് നൽകാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. റോഡ് അപകടങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിർണായകമായ തീരുമാനങ്ങളുമായി മുൻപോട്ട് പോകുന്നതെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കി.